നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ വീഡിയോസ് നമുക്ക് തന്നെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്ത വീഡിയോസ് ചിലപ്പോൾ വ്യൂസ് വളരെ കുറവായിരിക്കും. പിന്നീട് വന്ന വീഡിയോസിനെക്കാട്ടിൽ വളരെ കുറവായിരിക്കും ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്. അപ്പോൾ ആ വീഡിയോസിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജെനുവിനായിട്ടുള്ള പരീക്ഷിച്ച് നോക്കി ഫലം കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും ലിങ്ക് ഷെയർ ചെയ്യുമ്പോഴാണ് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറെ പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയല്ലാതെ തന്നെ നമ്മുടെ ചാനലിനുള്ളിൽ തന്നെ അതിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മുടെ വീഡിയോസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഡെസ്ക്ടോപ്പ് മോഡിൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കണം. studio.youtube.com എന്ന ക്രോം ബ്രൗസറിൽ കയറി ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിലുള്ള യൂട്യൂബ് ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന ഇൻ്റർഫേസ് വരും. അതിൽ പ്രൊഫൈൽ, ഹോം ടാബ് എന്നീ രണ്ട് കാര്യങ്ങൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ലേ ഔട്ടിൻ്റെ സെക്ഷൻ വരുന്നതായിരിക്കും. ലേ ഔട്ടിൽ ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ ഹു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അതിൽ നമ്മളൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ വീഡിയോ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണും. അത് നമ്മൾ ചേഞ്ച് വീഡിയോ എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും കുറഞ്ഞ വ്യൂസ് ഉള്ള ഏതെങ്കിലും ഒരു വീഡിയോ അതിൽ നമുക്കവിടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് എത്ര വ്യൂസ് ഉണ്ടായിരുന്നു എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കൊരു മാസം കഴിഞ്ഞതിന് ശേഷം വ്യൂസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് താഴെ ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അവിടെയും നിങ്ങളുടെ വ്യൂസ് കുറവായിട്ടുള്ള സെയിം വീഡിയോ, അപ്പോൾ ഈ രണ്ടിടത്തും സെയിം വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം വ്യൂസ് കൂടുന്നത് ഒരു മാസത്തിന് ശേഷം റിവ്യൂ ചെയ്യുക. അപ്പോൾ ഇതുപോലെ വ്യൂസ് കുറവായിട്ടുള്ള വീഡിയോസ് ഇതുപോലെ തന്നെ ഒരു മാസത്തിന് ശേഷം അടുത്ത പ്രൊമോഷന് വേണ്ടി ആ വീഡിയോസ് നിങ്ങൾ വ്യൂസ് കുറവായിട്ടുള്ള വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വ്യൂസ് കൂട്ടാൻ പറ്റും. അപ്പം പലരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വീഡിയോ അതിൽ ആഡ് ചെയ്തതിന് ശേഷം രണ്ട് വീഡിയോ ഇടും. നോൺ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്നിടും, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്നിടും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ശരിക്കും ആ വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ട് എങ്ങനെയെങ്കിൽ ആൾക്കാർ കാണണമെന്നുണ്ട് എങ്കിൽ വ്യൂസ് കുറവായുള്ള വീഡിയോ മാത്രമേ അവിടെ ആഡ് ചെയ്യാവൂ, അതിനുശേഷം പബ്ലിഷ് ചെയ്യാവൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനലിൽ കൂടി ഞാൻ ജെനുവിനായിട്ടുള്ള കണ്ടൻറ്റ് മാത്രമായിരിക്കും നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.